FDR എന്താണെന്നറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രോമിസറി നോട്ട്, ഓപ്ഷൻ ബി ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ചെക്ക്, ഓപ്ഷൻ ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്. FDR എന്നത് നിശ്ചിത കാലയളവിലേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് നൽകുന്ന രസീതാണ്. സ്വതന്ത്രമായി മറ്റൊരാളിലേക്ക് കൈമാറാൻ കഴിയാത്തതിനാൽ ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. ഒരു FDRൽ പ്രധാനമായും രണ്ട് കക്ഷികളാണ് ഉൾപ്പെടുന്നത്. ഡെപ്പോസിറ്റർ, പണം നിക്ഷേപിക്കുന്ന വ്യക്തി. ബാങ്ക്, നിക്ഷേപം സ്വീകരിച്ച് FDR നൽകുന്ന സ്ഥാപനം. നിക്ഷേപകന്റെ പേര്, നിക്ഷേപ തുക, പലിശ നിരക്ക്, നിക്ഷേപ കാലാവധി, കാലാവധി പൂർത്തിയാക്കുന്ന തീയതി, കാലാവധി പൂർത്തിയായപ്പോൾ ലഭിക്കുന്ന തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി മറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ പ്രോമിസറി നോട്ട്. ഇതിൽ പ്രധാനമായും രണ്ട് കക്ഷികളാണ് ഉൾപ്പെടുന്നത്. മേക്കർ ഓർ പ്രോമിസർ, പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി. പേയി അല്ലെങ്കിൽ പ്രോമിസി, പണം ലഭിക്കേണ്ട വ്യക്തി. മേക്കർ പേയിക്ക് ഒരു നിശ്ചിത തുക നിബന്ധനകളില്ലാതെ നൽകുമെന്ന് എഴുതി വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രോമിസറി നോട്ട്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. കാരണം ഇത് എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡെലിവറി വഴി മറ്റൊരാളിലേക്ക് കൈമാറാം. ഓപ്ഷൻ ബി ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡ്രോയർ ഡ്രോയിയോട് പേയിക്ക് ഒരു തുക നൽകാൻ എഴുതി ഉത്തരവിടുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതിനാൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഓപ്ഷൻ സി ചെക്ക്. ഒരു ഡ്രോയർ തന്റെ ബാങ്കിനോട് മറ്റൊരാൾക്ക് നിശ്ചിത തുക നൽകാൻ എഴുതി നൽകുന്നതാണ് ചെക്ക്. ഇത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സഹകാരി റേസ് പ്ലസ് ഫോളോ ചെയ്യൂ.